ഹലോ, ഞങ്ങളിന്ന് ചെന്നൈ ടു മുംബൈ തിരിച്ചു വരികയാണ്. ഇത് പട്ടാപുരം മിലിറ്ററി സ്റ്റേഷനാണിത്. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ചെന്നൈ സെൻട്രലിലോട്ടുള്ള ട്രെയിൻ പിടിക്കേണ്ടത്. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് എൽറ്റിട്ടുള്ള ട്രെയിന്. ഞാനും അവനെയും കൂടെ ആദ്യത്തെ സ്കൂട്ടിയിലിങ്ങ് പോരുന്നു. ശ്രീകുമാരൻ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിക്ക് ചെറിയൊരു ഫീവറൊക്കെ, ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു. ചെറിയ ഫീവറല്ല, ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു. മരുന്ന് കൊടുത്തിപ്പം ബെറ്ററാണ്. ഡോക്ടർ പറഞ്ഞ ട്രാവൽ അവോയ്ഡ് ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ പറഞ്ഞു പോയേ പറ്റുള്ളൂ, എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകണം. പിന്നെ അടുത്ത ട്രിപ്പിന് ആവിയെ ഓടി വരുന്നുണ്ട്. ആവിയെ പ്രിയം വരുന്നു അടുത്ത ട്രിപ്പിന്. അപ്പോൾ അവളുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്ത് സയൻസ് എക്സ്പെരിമെൻറ്റ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് വേസ്റ്റിലെല്ലാം പറക്കി വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അവൾക്ക് ചെറിയൊരു ടെടിയുടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. റെഡ് കളറിൻ്റെ ടെടിയാണ് അവളെ കാണിച്ചുകൊണ്ടിരിക്കുക. പ്രിയ പിന്നെ സാധനങ്ങളെല്ലാം നമുക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് വലിയ ബാഗൊന്നുമില്ല, 3-4 ബാഗുണ്ട്. പിന്നെ അവിടുന്ന് വന്ന് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടി. അപ്പോൾ 1, 2, 3, 4 ബാഗുണ്ട്. ഈ ബനിയൻ ട്രീ ആണിത്. ഈ ട്രീയിൽ ഞാലാൻ വേണ്ടി പ്രിയ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊട്ടിയാണ് താഴട്ടങ്ങാനും വീഴും. എനിക്കൊരാഗ്രഹം ഇങ്ങനെ ഞാലിയാലോ എന്ന്. അവന് കൈ എത്തുന്നില്ല. ഞാനിങ്ങനെ ട്രൈ ചെയ്യാൻ പോവാണ്. അത് കുറച്ച് ഹൈറ്റഡാണ്. അതുകൊണ്ട് പിള്ളേരുണ്ട്. ശ്രീകുമാരനെ അവി എടുത്ത് പൊക്കിയെടുത്തു. പക്ഷേ അവി പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അതിന് പൂര നല്ല വെയിറ്റ് മുഴുവൻ കൈ വരത്തില്ലേ. അതുകൊണ്ട് അവർക്കൊരു അത് പേടിയാണ്. പിന്നെ അവനി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനി കൈ വിട്ട് കഴിഞ്ഞാൽ അവൾ താഴോട്ട് വരും. അവൾ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. 2 ദിവസമായിട്ട് കഴിപ്പൊന്നും ശരിയല്ല, പനിയൊക്കെ ആയതുകൊണ്ടേ. എങ്കിലും അവൾ ട്രൈ ചെയ്തു. പക്ഷേ അവളും കൈ വിട്ടു. ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട്. ഭയങ്കര ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ കുറച്ച് നേരം നിൽക്കും, ഹോൾഡ് ചെയ്യും. നമ്മൾ ട്രെയിനിൽ കയറാം. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ലാസ്റ്റ് സ്റ്റോപ്പല്ലേ, ഇപ്പം വർക്കിംഗ് അവേഴ്സ് അല്ലല്ലോ. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ചെറിയ കയറിയാൽ മതി. കുറച്ച് ആൾക്കാർ ഇറങ്ങാനുണ്ട്. ഇത് അവിയെ ഷൂട്ട് ചെയ്തതാണ്. സേവ് ട്രീ ദേ വിൽ സേവ് യു. അവിടെ എഴുതി വെച്ച ഒരു ക്യാപ്ഷൻ അവൾ പഠിച്ചത്. ഫ്രീയോട് പറയണ ബിഗ് ഫാൻ. അപ്പോൾ റീൽ കണ്ടായിരുന്നല്ലോ. ഞങ്ങളിപ്പോൾ സെൻറ്ററിലെത്തിയിട്ട് അവിടെ ഇരിക്കുകയാണ്. 6:25 ട്രെയിനാണ്. നമ്മൾ ട്രെയിൻ ഓൾറെഡി അവിടെ വന്ന് ഇവിടുന്ന് വരുന്ന ട്രെയിനുണ്ട്, LTT ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോ, അതവിടെ കിടപ്പുണ്ട്. ഞങ്ങളപ്പോൾ ഇത് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു റീലിൻ്റെ ഓർമ്മ വന്നു. റീലെടുക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ കയറിയിരുന്നു. ആൾക്കാരൊന്നും കയറി വരുന്നേ ഉള്ളായിരുന്നു. നമ്മുടെ സീറ്റ് ബാത്റൂമിൻ്റെ സൈഡിലാണ്, 78, 76. അപ്പോൾ അവിടെ നിന്നൊരു റീൽ അങ്ങനെ എടുത്തു. ഹലോ ഭയ്യ, ഈ കോൺസാ സ്റ്റേഷനെ, ഈ റെയിൽവേ സ്റ്റേഷന്. ഈ റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വൈകിട്ടത്തെ കഴിക്കാൻ വേണ്ടുന്ന പൊതിച്ചോറാണ്. ശരിക്കും പൊതിച്ചോറ്. ഇത് ലെമൺ റൈസും അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും അച്ചാറും. നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. നല്ല പൊതിച്ചോറിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ഇല വാട്ടിയിട്ടുണ്ടാക്കിയല്ലേ, അപ്പോൾ പൊതിച്ചോറിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അവന് കുറച്ചേ കഴിച്ചോളൂ. ഞങ്ങൾ ഇത് പപ്പടം ഫ്രൈ ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ആയി കേട്ടോ. രാവിലെ പല്ല് ചക്കനൊക്കെ പോവാം. രാത്രി മുഴുവൻ അവനിക്ക് പനിയായിരുന്നു. ഒരു പ്രാവശ്യം പനി വന്നായിരുന്നു. ഇതേത് സ്റ്റേഷൻ നടത്തില്ല, സ്റ്റേഷൻ്റെ പേരൊന്നുമില്ല, ചുമ്മാ അങ്ങ് ഷൂട്ട് ചെയ്തു. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. നല്ല ട്രൈ. ഇത് കോലാപ്പൂർ എത്തി കേട്ടോ. സോലാപ്പൂർ മഹാരാഷ്ട്ര ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ കൂടെ ആൾക്കാർ ഇറങ്ങാനുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിക്ക്. രാവിലെ കഴിച്ചത് ചപ്പാത്തിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് മേടിച്ച ചോറ്, ഒരു വെജ് താളി, പിന്നെ ഒരു അണ്ടാത്താളി. അപ്പോൾ അവ്യ നല്ലതായിട്ട് കഴിച്ചു. അവൾക്ക് പിന്നെ വെളിയിൽ എന്ത് ഇട്ടും കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിപ്പം പൂനെ ഞങ്ങളൊന്ന് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കഴിച്ചില്ല. ഇവർ പിന്നെ ഈ തുരങ്കം എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുക. അവരുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ അവനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് റിഫ്ലക്ഷൻ വരുമല്ലോ, അതൊരു രസമായിട്ട് തോന്നി. ഈ കൊങ്കൺ ഡ്രൈവ് ഇതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗുഹ വരും. ആ ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ഇങ്ങനെ കൂവുമ്പോൾ ഇങ്ങനെ എക്കോ വരത്തില്ലേ, അത് അവർ ഭയങ്കര എൻജോയ് ചെയ്യുകയാണ്.
നല്ല മൗണ്ടൻ കാണാം കേട്ടോ. ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു, പക്ഷേ ശരിക്കും കാണാൻ പറ്റും. നോക്കുമ്പോൾ നല്ലത് കാണാം, പക്ഷേ ഷൂട്ട് ചെയ്യുന്ന നേരത്തുണ്ടല്ലോ ഒരു അത്ര എഫക്റ്റ് കിട്ടത്തില്ല. നല്ല രസമുണ്ട്. അവിടെ നിന്ന് ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കും കേട്ടോ. നല്ല ബ്രിഡ്ജ് പണിയുമ്പോൾ നല്ല രസമായിരിക്കും. അത് ഈ ട്രെയിനൊക്കെ പോകുന്ന കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ കുറേ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തു. അവനിക്ക് കുഴപ്പമില്ല, പക്ഷേ അവളൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ താനെ എത്തി കേട്ടോ ഗൈസ്, താനെ ഇറങ്ങി. അപ്പോൾ വേറെ വീടായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.